ഹലോ, ഇന്ന് നമ്മൾ പോകുന്നത് ഇടുക്കിയിലെ ഒരു ഹിഡൻ സ്പോട്ട് കാണാനാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10-25 മിനിറ്റ് ദൂരം ഉള്ളെങ്കിലും ഇതെവിടെയാണെന്ന് നമുക്കും കറക്റ്റ് അറിയില്ല. ഈ അടുത്തിടെയായിട്ട് കുറച്ച് റീൽസിലൂടെയാണ് കേട്ടോ നമ്മൾ ഈ മരച്ചൂട് വാട്ടർഫോൾസിനെ പറ്റി അറിഞ്ഞത്. കറക്റ്റായിട്ട് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ ശാന്തമ്പാറ എന്ന സ്ഥലത്താണ് കേട്ടോ ഈ വാട്ടർഫോൾസ് ഉള്ളത്. അതിമനോഹരമായ ഈ ഏലക്കാടുകളുടെ നടുവിലൂടെയാണ് കേട്ടോ നമുക്ക് നടന്ന് വാട്ടർഫോൾസിലോട്ട് എത്തേണ്ടത്. ഞങ്ങൾ ഇടുക്കിക്കാരെ സംബന്ധിച്ച് ഇത് പുതിയൊരു കൗതുകമല്ലെങ്കിലും പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ ഏലം കാണാനും അതിൻ്റെ മണമൊക്കെ ആസ്വദിക്കാനും അതുപോലെ കുരുമുളക് അങ്ങനെ പല സ്പൈസസൊക്കെ കണ്ട് ഈ വാട്ടർഫോൾസിലോട്ട് എത്തിച്ചേരാം കേട്ടോ. ഇസക്കുട്ടീനെ നിങ്ങൾക്കറിയാലോ, ഒരു വെള്ളത്തിൻ്റെ സൗണ്ട് കേട്ട ഇസക്കുട്ടി അവിടെ കാണും കേട്ടോ. അവിടെ എത്തുന്നതോടെ വരെ നമ്മൾ വാട്ടർഫോൾസിലോട്ട് പോകണമെന്ന് ഇസക്കുട്ടിക്ക് അറിയില്ലായിരുന്നു. അവിടെ എത്തി ആ വെള്ളം കണ്ടപ്പോൾ വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വെള്ളത്തിൽ ഇറങ്ങിയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ചെന്ന ടൈമിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഫാമിലി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് ചെന്നത്, അതുകൊണ്ടാട്ടോ അവിടെ തിരക്കൊന്നും ഇല്ലാതിരുന്നത്. പകൽ സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇസക്കുട്ടിക്ക് വെള്ളത്തിൽ ഇറക്കാത്തത് കൊണ്ടുള്ളൊരു സങ്കടമാണ് കേട്ടോ ആളുടെ മുഖത്ത് കാണുന്നത്. ആ വെള്ളത്തിലൊന്ന് കാല് മുട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ അവിടെ നിന്ന് കയറ്റിക്കൊണ്ട് പോകാനാണ് ഞങ്ങൾ കുറച്ചധികം കഷ്ടപ്പെട്ടു. ഈ കാടിൻ്റെ നടുവിൽ ഇങ്ങനെ ചെറിയൊരു വാട്ടർഫോൾസ്, നല്ല ഒരു തണുപ്പും നല്ല ശാന്തമായ ഒരു സ്ഥലമാണ് കേട്ടോ. ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അവിടെ പോയി നിന്ന. കുട്ടികളെ കുറ്റം പറയാൻ പറ്റില്ല, നമ്മൾ വലിയവരാണെങ്കിൽ പോലും നമ്മൾ അവിടെ ഇങ്ങനെ നിന്നു പോകും. ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ വന്ന് വെള്ളത്തിലൊക്കെ ചാടാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ. ഞങ്ങൾക്ക് വെള്ളത്തിൽ ചാടാൻ പറ്റാത്തതുകൊണ്ട് ചെറിയൊരു സങ്കടമുണ്ട്. ഞങ്ങൾ പോയത് ഒരു 5:30-ക്ക് ശേഷമായിരുന്നു. അപ്പോഴേക്കും വെള്ളത്തിന് ഏകദേശം നല്ല തണുപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചാടിയ ഇസക്കുട്ടി എന്തായാലും പുറകെ ചാടും, അവൾ സമ്മതിക്കില്ല. അപ്പോൾ അവൾക്ക് തണുപ്പ് പ്രശ്നമായാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ നമ്മൾ ഇറങ്ങാതിരുന്നത്. ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് വളരെ സങ്കടത്തോടെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഇസക്കുട്ടി ഒരു പേടിയില്ലാണ്ട് ആ വെള്ളത്തിൻ്റെ അങ്ങോട്ടേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നെ പിടിച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എത്ര ആഴുണ്ടെന്നൊന്നും അറിയാത്തതുകൊണ്ട് നമുക്ക് ആദ്യം ഒരു ടെൻഷനായിരുന്നു. ഇസക്കുട്ടിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല, വെള്ളം കണ്ടാൽ മതി. പിന്നെ അവൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് വെള്ളത്തിലൊക്കെ ഇരുന്ന് കളിച്ചു. ഇസക്കുട്ടീനെ ഒറ്റയ്ക്ക് ആ വെള്ളത്തിലോട്ടങ്ങ് വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവളുടെ സന്തോഷം ഒന്ന് കാണണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഭയങ്കര ചിരിയും കളിയും ഒക്കെ. പിന്നെ വെള്ളത്തിന് തണുപ്പ് കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് നല്ലൊരു ടെൻഷനും ഉണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഭയങ്കര സന്തോഷം. പിന്നെ വെള്ളപ്പോളൊക്കെ അല്ലേ ഉള്ളൂ, അവൾ ഒന്ന് എൻജോയ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് നമ്മളും നോക്കി നിന്ന് കണ്ട് രസിച്ചു കേട്ടോ. അങ്ങനെ ഇസക്കുട്ടിയുടെ കളി കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ പകുതി കുളിച്ച മട്ടായി കേട്ടോ. പിന്നെ ഒരു വിധത്തിൽ തോർത്തിയെടുത്ത് കരയിൽ കയറ്റി. ഈ വാട്ടർഫോൾസിനോട് ചേർന്ന് ഇവിടെ ചെരിഞ്ഞ ഒരു വലിയ മരമുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നമുക്ക് കയറാം, ഇവിടെ ഇരുന്ന് നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. വളരെ മനോഹരമായ ശാന്തമായ അന്തരീക്ഷത്തിലുള്ള ഒരു വെള്ളച്ചാട്ടം. ചെറിയൊരു മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചുപോയി. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.